കുത്തബ് മിനാറിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ലോധി ഗാർഡനിലേക്കാണ്. പേര് കേൾക്കുന്നത് പോലെ സന്തോഷം തരുന്ന, പൂക്കളാൽ നിറഞ്ഞ മനോഹരമായ നിമിഷങ്ങൾ തരുന്ന ഒരു പൂന്തോട്ടമാണെന്ന് കരുതരുത്. ലോധി ഗാർഡൻ ഗേറ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഏകദേശം 90 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വിവിധ തരത്തിലുള്ള സസ്യങ്ങളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന പുൽവിരിച്ച മൈതാനങ്ങൾക്കിടയിൽ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങളുള്ള മനോഹരമായൊരു സ്ഥലം. ചരിത്ര സ്മാരകങ്ങളെ തൊട്ടറിയുന്നതിന് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ കുറച്ചാളുകൾ ഇരുന്ന് ഗിറ്റാർ സംഗീതം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഡൽഹി ഭരിച്ചിരുന്ന ലോധി വംശത്തിലെ സിക്കന്ദർ ലോധിയുടെയും മുഹമ്മദ് ഷായുടെയും ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ബാരാ ഗുംബത്ത്, ഷീഷ ഗുംബത്ത് ഇവയെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാരാ ഗുംബത്ത് എന്നാൽ വലിയ താഴേക്കുടം എന്നാണ് അർത്ഥം. മെഹ്മാൻ ഖാനയും പള്ളിയും ചേർന്ന ഒരു സ്മാരകമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഷീഷ ഗുംബത്തിന്റെയും സിക്കന്ദർ ലോധിയുടെയും ശവകുടീരത്തിനടുത്താണ് ബാരാ ഗുംബത്ത് സ്ഥിതി ചെയ്യുന്നത്. പ്രഭാത സവാരിക്കും വിശ്രമവേളകൾ ആനന്ദകരമാക്കാനും ഡൽഹിയിലെ ഇപ്പോഴുള്ള ചൂടിൽ നിന്ന് രക്ഷ നേടാനും ആളുകൾ ഇവിടം തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ യാത്രയിൽ മനോഹരമായ സ്ഥലങ്ങൾക്കൊപ്പം അതിമനോഹരമായി വിഹരിക്കുന്ന അമ്പലപ്രാവുകളുടെ വലിയൊരു കൂട്ടവും ഗാർഡനിലുണ്ടായിരുന്നു. പച്ചപ്പ് വിരിച്ച പൂന്തോട്ടത്തിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ കണ്ടറിയാനും ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പകലയെക്കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. യാത്രകൾ തുടരുകയാണ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ഡൽഹി കാഴ്ചകളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.